ഇന്ന് മരിച്ചുപോയവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മരിച്ചു പോയതാണ്. അങ്ങനെ അച്ഛൻ മരിച്ചതിൻ്റെ ഡിപ്രഷനിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന 4ാം ക്ലാസ്സുകാരൻ വീടിൻ്റെ ഓരായം ചേർന്ന് താടയ്ക്ക് കുഞ്ഞിക്കൈയും താങ്ങ് കൊടുത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമെന്ന് കരുതി എൻ്റെ മുത്തശ്ശൻ, അച്ഛൻ മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് നോക്കി അദൃശ്യമായൊരു ഊഞ്ഞാൽ നൂലിൽ സങ്കടങ്ങളെ കോർത്തിരിക്കുമ്പോൾ ചെറുവിരൽ കനമുള്ള പഴയൊരു ഇരുമ്പ് കമ്പിയും കുടക്കമ്പിയും എടുത്ത് അപ്പൻ എന്നെയും കൂട്ടി വയൽവരമ്പിലൂടെ നടന്നു. ഡിപ്രഷൻ്റെ കുഞ്ഞുമൂകതയിൽ ഞാൻ ഒന്നും ചോദിച്ചില്ല. പന്നിമുണ്ട റോഡരികിലുള്ള റബ്ബർ തോട്ടത്തിലെ ആലയുടെ മുന്നിലെത്തി. അപ്പൻ പറഞ്ഞു, ബിലു, ഈ കമ്പി കൊണ്ട് ഒരു വണ്ടിച്ചക്രം ഉണ്ടാക്കി കൊച്ചിന് കൊടുക്കാമോ? ഒരേ ഇരിപ്പ് തന്നെയാ. ആരോടൊന്നും മിണ്ടുന്നില്ല. ചുട്ടുപഴുത്ത ഇരുമ്പിൽ വിസ്മയം തീർത്ത ആ മനുഷ്യൻ മുഖമുയർത്തി ചോദിച്ചു, ഏതാ ഈ കുട്ടി? ജോർജിൻ്റെ മോന. ബിലുവേട്ടൻ്റെ കൺകോണിലൊരു സ്നേഹത്തുള്ളി ഉരുണ്ടുകൂടിയത് ഞാൻ കണ്ടു. ഉരുകിയൊലിക്കുന്നതിന് മുൻപേ ആലയിലെ ചൂട് അതിനെ വറ്റിച്ചു കളഞ്ഞു. എന്നെ ചേർത്തു പിടിച്ചൊരു ഉമ്മ തന്നിട്ട് ബിലുവേട്ടൻ പറഞ്ഞു, മിടുക്കനാവണം കേട്ടോ. ഇരുമ്പ് കമ്പി ചൂടാക്കി വളച്ച് ചക്രമാക്കി ഈയം കൊണ്ട് വെളുക്കി കുടക്കമ്പി വളച്ച് കൊക്കയുണ്ടാക്കി മരപ്പിടിയിട്ട് ബിലുവേട്ടൻ ഓടിച്ചു കാണിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. മടിശീലയിൽ നിന്ന് കുറച്ച് നാണയത്തുട്ടുകളെടുത്ത് അപ്പൻ ചോദിച്ചു, എത്രയാ ബിലു? ഒരിക്കൽ കൂടി ബിലുവേട്ടൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ബിലുവേട്ടൻ എൻ്റെ മുടിയിഴകളിൽ തലോടി. ഇരുമ്പിൽ വിസ്മയം തീർക്കുന്ന ബിലുവേട്ടനെ എന്നും ഞാൻ ആരാധനയോടെ നോക്കിയിരുന്നു. ആ കൂട്ട് ഞങ്ങൾ തുടർന്നു. വയൽപ്പണിയുടെ സമയത്ത് തൂമ്പയുടെ പിടി ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നത് പതിവായിരുന്നു. ഒരു ദിവസം ബിലുവേട്ടനോട് ചോദിച്ചു, തൂമ്പയ്ക്ക് പൂള് വയ്ക്കാൻ എന്നെ പഠിപ്പിക്കുമോ? കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പഠിപ്പിച്ചു തന്നു. ഇന്നും അമ്മച്ചി പറയും, ഞാനൊരു തൂമ്പയ്ക്ക് പൂള് വെച്ചാൽ അതൊരിക്കലും ഇളകിപ്പോകില്ലെന്ന്. എനിക്ക് ആദ്യമായി ഉല ഊതാൻ തന്ന, എൻ്റെ സങ്കടങ്ങളെ സന്തോഷത്തിൻ്റെ വണ്ടിച്ചക്രങ്ങളായി മാറ്റിയ എൻ്റെ ഹീറോ ആയിരുന്ന, എൻ്റെ മെക്കാനിക്കൽ എൻജിനീയറായ ബിലുവേട്ടനെയും അപ്പനെയും മനസ്സിൽ ധ്യാനിച്ചാണ് ഇന്നും വണ്ടി ഓടിക്കാറുള്ളൂ. ഒരുപക്ഷെ ആ അനുഗ്രഹം കൊണ്ടായിരിക്കാം 30 വർഷത്തോളമായി വണ്ടി ഓടിക്കുന്നു. അപകടങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇത്രയും ദൂരം പിന്നിട്ടത്.